ഹലോ നമസ്കാരം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റാഗി ദോശയാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് റാഗി അരിയാണ്. റാഗി അരി നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. അത് നന്നായിട്ട് ഞെരടി കഴുകുക. അതിൽ നന്നായിട്ട് ചെളി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് 3-4 പ്രാവശ്യം നന്നായിട്ട് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുക. കഴുകിയെടുത്ത് നല്ലോണം തിരുമ്മി കഴുകേണ്ട വരും. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളം ഒരു വാം വാട്ടറിൽ റാഗി അരി കുതിർത്താനായിട്ട് വയ്ക്കുക. അപ്പോൾ ഒരു 6 മണി രാവിലെ 6 മണിക്കാണെങ്കിൽ നമ്മളിത് ചെയ്യണമെങ്കിൽ അരി കഴുകണമെങ്കിൽ ഒരു 6-10 ആകുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാം. അപ്പോൾ ഒരു വാം വാട്ടറിലാണ് ജസ്റ്റ് ഇത് വെക്കേണ്ടത്. തലേദിവസം ഒന്നും വെള്ളത്തിലിടേണ്ട യാതൊരു ആവശ്യവുമില്ല. അതുപോലെ ഉഴുന്ന് അരയ്ക്കേണ്ട. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ അവലാണ്. അവലോ അല്ലെങ്കിൽ ചോറോ. അപ്പോൾ ഒരു സ്പൂൺ അവൽ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഒരു തവി ചോറ്, ഇത്രയും മാത്രമേ ഇതിൽ ആവശ്യമുള്ളൂ. എന്നിട്ട് ഇത് അരച്ചതിന് ശേഷം കാണുന്നതാണിത്. അപ്പോൾ നമ്മളിത് മിക്സിയിലിട്ട് നല്ലോണം ഫൈനായിട്ട് അരയ്ക്കും. അരച്ചതിന് ശേഷം നല്ല കുറുകിയ പാകത്തിൽ അരയ്ക്കണം. എന്ന് വെച്ചാൽ ദോശ ചുടാൻ പാകത്തിനുള്ള രീതിയിൽ അരച്ചെടുക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ പാകം വേണം ഇങ്ങനെ ഇടുമ്പോൾ ഒഴുകി ഇങ്ങനെ പോരുന്ന രീതിയിൽ. എന്നാൽ അതേസമയം ഒത്തിരി ലൂസാവാനും പാടില്ല. എന്ന് വെച്ചാൽ ദോശ മാവിൽ ചുടുമ്പോൾ അത് കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇത് അരയ്ക്കുമ്പോൾ ആകെ റാഗി അരി, അവലോ അല്ലെങ്കിൽ ചോറ്, രണ്ടും കൂടി ചേർക്കരുത്. ഏതെങ്കിലും ഒന്ന് അവലോ അല്ലെങ്കിൽ ചോറ്. അതുപോലെ തന്നെ ഒരു ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇത്രയും എടുത്തിട്ട് പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിനുശേഷം ഈ മിശ്രിതം ഓരോ സ്പൂണായിട്ട് കോരി ഓരോ തവി ദോശ ചുടും പോലെ തന്നെ ഒരു തവി ആദ്യമേ ഇട്ട് ഒന്ന് ദോശയുടെ പോലെ തന്നെ പരത്തുക. അതിനുശേഷം മൂടി വയ്ക്കുക. ദോശ ചുടുന്ന പോലെ മറിച്ചും തിരിച്ചും ഇട്ട് ചുട്ടെടുക്കുക. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ വെളിച്ചെണ്ണയോ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ചുട്ടെടുക്കാം. മുതിർന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രത്യേകിച്ച് നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കണമെങ്കിൽ എണ്ണയുടെ ആവശ്യമില്ല. ഞാനിതിപ്പോൾ കുട്ടികൾക്കായതുകൊണ്ട് കുറച്ച് എണ്ണയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മുതിർന്നവർക്കാണെങ്കിൽ എണ്ണയുടെ ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടെ എല്ലാത്തരം ചട്നികളും കോമ്പിനേഷനാണ്, സാമ്പാർ കോമ്പിനേഷനാണ്, എന്തും പോകും. പിന്നെ ഏറ്റവും നല്ല അരിയാഹാരത്തിൻ്റെ കൂടെ എപ്പോഴും ഒരു പ്രോട്ടീനുള്ള സാധനം കഴിക്കണതാണ് ഇപ്പോഴും നല്ലത്. അപ്പം ഞാൻ കൂടുതലും ഞങ്ങൾ വെജിറ്റേറിയൻസ് അല്ലാത്തത് കൊണ്ടും നോൺ വെജ് കഴിക്കുന്നത് കൊണ്ടും ഞങ്ങൾ എന്താണ് മുട്ടക്കറിയോ അല്ലെങ്കിൽ ഓംലെറ്റോ അല്ലെങ്കിൽ ബുൾസൈയോ ഒക്കെ ആയിരിക്കും ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ദോശയും റാഗി ദോശയും അതിൻ്റെ മുകളിൽ ഒരു ബുൾസൈയും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി, വേറെ ഓംലെറ്റ് പോലെ ഒത്തിരി മുളകോ അങ്ങനെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു മുട്ട സിംഗിളായിട്ട് പൊരിച്ചിട്ട് അല്ലെങ്കിൽ ഓംലെറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും വിതറി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ടൊമാറ്റോ ചട്നിയാണ് കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.